എനിക്കെന്തോ ഒരു ഭയങ്കര ബുദ്ധിമുട്ട് പോലെ അച്ഛേ. എന്നാ പറ്റി? എന്താന്നറിയത്തില്ല, നെഞ്ചിനകത്തൊക്കെ ഒരു ബല്യ ഫീലിങ്ങും പിന്നെ എനിക്ക് തികട്ടി വരുന്നു. കാര്യം പറഞ്ഞാലേ മനസ്സിലാവില്ല. എന്നാ കാര്യം പറ. എനിക്കറിയത്തില്ല എന്താണെന്നറിയത്തില്ല, ഭയങ്കര ഒരു വെല്ലായ്മ ഫീൽ ചെയ്യുന്നു. എന്റെ പൊന്നു കുഞ്ഞ് എന്നാന്ന് വെച്ചാ പറ, എങ്കിലല്ലേ എനിക്ക് മനസ്സിലാകത്തുള്ളൂ. എനിക്കിപ്പം ഒരു റീറ്റെയിൽ തെറപ്പിക്ക് പോകണം. എന്നുവെച്ചാ ഷോപ്പിങ്ങിന് പോകണം. അത്രേ ഉള്ളോ? ഒരു ചെറിയ സഞ്ചി ഒരു കുപ്പിയൊക്കെ എടുത്ത് ദിവാറിന്റെ റേഷൻ കട പോയി നമുക്ക് മണ്ണെണ്ണ വാങ്ങിച്ചിട്ട് വരാം. ബാ. ചില ആളുകൾ രാവിലെ ഭയങ്കര ഉറക്കമായിരിക്കും, പക്ഷെ രാത്രിയിൽ ഒരു ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. എഡിറ്റിങ്ങിനൊക്കെ ഇരിക്കാനൊക്കെ ഭയങ്കര എനർജി ആയിരിക്കും ആ സമയത്ത് അവർക്ക്. അല്ലെ, നെറ്റ്ഫ്ലിക്സിൽ സീരീസ് കാണുന്നു, മ്യൂസിക് കേൾക്കുന്നു, തുണി അലക്കുന്നു, കുക്ക് ചെയ്യുന്നു, ഭയങ്കര ആക്റ്റീവ്. അപ്പൊ ഇങ്ങനെ രാത്രിയിൽ ആക്റ്റീവ് ആയിട്ടുള്ള ആളുകളെ നൈറ്റ് ഔൾസ് എന്നാണ് പറയുന്നത്. ഒറ്റ പ്രശ്നമേ ഉള്ളൂ, നൈറ്റ് ഔൾസിനെ മറ്റ് നൈറ്റ് ഔൾസിനെ കാണുന്നത് ഭയങ്കര അലർജിയാണ്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഒരു മെസ്സേജ് ഒക്കെ ഇടണമെന്ന് തോന്നി, എന്താ മോളൂസേ ഉറക്കമൊന്നും ഇല്ലേ, അല്ല എന്താ മോനൂസേ പണിയേ രാത്രിയിൽ ഉറക്കമൊന്നും ഇല്ലേ, അത് വേണ്ട. സോ ബ്രെയിൻ ചൈൽഡ് എന്ന് വെച്ചാൽ എനി ക്രിയേറ്റീവ് വർക്ക് ഓർ പ്രോഡക്റ്റ് നമ്മുടെ തലയിൽ നിന്ന്, അല്ലെങ്കിൽ അതാരാണ് ഉണ്ടാക്കുന്നത് അവരുടെ തലയിൽ നിന്നൊരു തോട്ടോ അല്ലെങ്കിൽ ഒരു വർക്കോ അത് ഒരു പ്രോഡക്റ്റ് ആയിട്ട് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റിനെ അല്ലെങ്കിൽ ആ തോട്ടിനെ നമുക്ക് നമ്മുടെ ബ്രെയിൻ ചൈൽഡ് എന്ന് പറയാം. ജസ്റ്റ് ലൈക്ക് ദാറ്റ്, ദിസ് കുർത്തി ഈസ് എ ബ്രെയിൻ ചൈൽഡ് ഓഫ് മിനി ഹു ഓൺസ് മിയാസ് ബുട്ടീക്ക് ഇൻ മരട്, എറണാകുളം. പണ്ട് അമ്മച്ചി ഈ കസിൻസിനെ എല്ലാം ഒരുക്കി നിർത്തിയിട്ട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു, നീ നല്ല സിമ്പിൾ ആയിട്ടുണ്ടെന്ന്. സോ ബേസിക്കലി അമ്മച്ചി ഉദ്ദേശിക്കുന്നത് നല്ല വെൽ ഡ്രസ്ഡ് ആൻഡ് വെൽ ഗ്രൂംഡ് എന്നൊക്കെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു വേർഡാണ് ഡാപ്പർ. ഷി ലുക്ഡ് ഡാപ്പർ ഇൻ ഹർ ന്യൂ കുർത്ത അല്ലെങ്കിൽ കുർത്തി സൂട്ട് എന്നൊക്കെ പറയാം. എന്നാലും അവൻ എന്നോട് അത് ചെയ്തല്ലോ. എനിക്ക് ദേഷ്യം വരുമ്പോഴാണ് ഇംഗ്ലീഷ് വേർഡ്സ് വരുന്നത്. എന്തെങ്കിലും ഒരു കാര്യം ശരിയായില്ല എന്നുണ്ടെങ്കിൽ അത് വെല്ലോറിനെ തലയെ കൊണ്ട് വെക്കുന്നത് ഒരു സ്ഥിരം പരിപാടിയാണ്. അതിനെ നമ്മൾ പറയുന്നത് ബ്ലെയിം സ്റ്റോമിംഗ് എന്നാണ്. പ്ലീസ് ഡോണ്ട് ബ്ലെയിം സ്റ്റോം മീ, ഐ എം നോട്ട് ദ റീസൺ, ഇറ്റ്സ് ബിക്കോസ് ഓഫ് യുവർ അറഗൻസ്. ട്രിവാൻഡ്രം ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ ഒരു തട്ടുകടയിൽ പോയി കഴിക്കുമായിരുന്നു. ഒരു ആൻറ്റിയാണ്, ഒരു അമ്മയാണ് ആക്ച്വലി അത് ചെയ്യുന്നത്. ഭയങ്കര ഹോംലി ഫുഡ് ഫീൽ തരുന്ന ഫുഡാണ് അവർ ഉണ്ടാക്കി തരുന്നത്. ആൻഡ് ഭയങ്കര ലോ പ്രൈസസ് ആണ്. 10 രൂപയ്ക്ക് നമുക്ക് ദോശയും കിട്ടും, ചട്നിയും കിട്ടും, ഈ പറയുന്ന ഓംലെറ്റും കിട്ടും. അപ്പം അങ്ങനത്തെ കടകൾ നടത്തുന്ന അമ്മമാരെ പോലുള്ള ഫുഡ് തരുന്ന ആളുകളെ നമ്മൾ മമ പുട്ട് എന്നാണ് പറയുന്നത്. മമ പുട്ട്. ഹോസ്റ്റലിൽ താമസിക്കുന്ന ആളുകളുടെ ഒരു നാഷണൽ ഫുഡാണ് നൂഡിൽ അല്ലെങ്കിൽ നൂഡിൽസ് എന്ന് പറയുന്നത്. പലതരത്തിൽ ഉണ്ടാക്കുന്നു, സ്ലർപ്പ് ചെയ്ത് കഴിക്കുന്നു, ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ നൂഡിൽ എന്ന് പറയുന്ന വേർഡിന് വേറൊരു മീനിങ് കൂടിയുണ്ട്. ഇറ്റ് ക്യാൻ ഓൾസോ ബി നോൺ എസ് ക്രിയേറ്റീവ്. സോ മേക്ക് ഇറ്റ് ലിറ്റിൽ നൂഡിൽ എന്ന് വെച്ചാൽ മേക്ക് ഇറ്റ് ലിറ്റിൽ ക്രിയേറ്റീവ് എന്നാണ് അതിന്റെ അർത്ഥം. ഇറ്റ്സ് ആക്ച്വലി ഫ്രം മൈ urban ഡിക്ഷണറി. സോ ഇറ്റ്സ് ഇൻഫോർമൽ. അറ്റ് ദ റേറ്റിനെ വേണമെങ്കിൽ നമുക്കൊരു വൊക്കാബുലറി ആയിട്ട് ഉപയോഗിക്കാം. ഈ സാധാരണഗതിയിൽ നല്ല ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കുന്ന റെസിപ്പി പോലത്തെ വീഡിയോസോ കോമിക്കൽ വീഡിയോസോ അല്ലെങ്കിൽ എന്തെങ്കിലും മൂവി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസോ അല്ലെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ ഫ്രണ്ടിനും മാത്രം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോയ്ക്കകത്തോ നിങ്ങളെ കൊണ്ട് ആരെങ്കിലും ടാഗ് ചെയ്താൽ അതിനകത്ത് ഇപ്പം നമുക്ക് കുറ്റം പറയേണ്ട കാര്യമില്ല. കാണാൻ താല്പര്യമില്ലെങ്കിൽ വിട്ടുകളയുക. ഹൈലി കോൺട്രഡിക്ടറിയും കോൺട്രവേഴ്ഷ്യലുമായിട്ടുള്ള ഭയങ്കര റൂത്ത്ലെസ് ആയിട്ടുള്ള ഡിബേറ്റ് നടക്കുന്ന ചില കോൺവെർസേഷൻസിനകത്തുകൊണ്ട് നമ്മൾ ടാഗ് ചെയ്യുമ്പം നമുക്കും കൂടെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ വരുമ്പം നമുക്ക് അവരോട് പറയാവുന്നൊരു ഡയലോഗാണ്, പ്ലീസ് ഡോണ്ട് അറ്റ് ദ റേറ്റ് മീ. അറ്റ് ദ റേറ്റ് എന്ന് വെച്ചാൽ ഡോണ്ട് ഡ്രാഗ് ഓർ ടാഗ് മീ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് ഇൻഫോർമലാണ്, അത്ര കണ്ടങ്ങോട്ട് പൊളൈറ്റ് അല്ല. സഹി കെടുമ്പോഴൊക്കെ ഉപയോഗിക്കുന്ന ഒരു യൂസേജ് ആയിരിക്കും പ്ലീസ് ഡോണ്ട് അറ്റ് ദ റേറ്റ് മീ. അറ്റ് ദ റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇസ് പ്ലീസ് ഡോണ്ട് ടാഗ് മീ ഓർ ഡ്രാഗ് മീ. മറ്റേ നമ്മുടെ ആ ശാലിൻ്റെ കെട്ടിയോനല്ലേ, പുള്ളി ഒരു സിൽവർ ഫോക്സ് ആണ് നാട്ടുകാർ പറയുന്നത്. അപ്പോൾ ഈ സിൽവർ ഫോക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കാണ്ട് വലിയ ചെറിയ വലുതായിരിക്കുമെന്ന്. അതായത് ഈ മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ആണുങ്ങൾ നല്ല നരച്ച മുടിയൊക്കെ ഉണ്ടെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് സിൽവർ ഫോക്സ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ശാലിനി ആരാണ്, നമ്മുടെ തലയാജത്തിൻ്റെ കെട്ടിയോട് ആരുമാണ് ഞാൻ പറഞ്ഞത്. പെർഫോമേറ്റീവ് എന്ന് പറയുന്ന ഒരു വേർഡ് നിങ്ങൾ പല സ്ഥലങ്ങളിലും കേട്ടിട്ടുള്ള ഇറ്റ്സ് എ വെരി കോമൺ യൂസേജ് അല്ലേ. ഇപ്പോൾ പെർഫോമേറ്റീവിന് പല പല അർത്ഥങ്ങളുണ്ട്. പക്ഷേ റീസെൻ്റ്ലി മെറിൻ വെബ്സ്റ്റേഴ്സ് ഡിക്ഷണറിക്കകത്ത് ഒരു പുതിയ മീനിങ് കൂടെ കയറിയിട്ടുണ്ട്. ഇറ്റ് ഈസ് ആക്ച്വലി ദാറ്റ് നിങ്ങളൊരു കാര്യത്തിനെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ കാണിക്കും, പക്ഷെ ആക്ച്വലി നിങ്ങൾ ആ കാര്യത്തിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഫോർ എക്സാമ്പിൾ ബ്ലാക്ക് ലൈവ്സ് മാറ്റർ എന്ന് പറയുന്ന സ്റ്റിക്കർ നിങ്ങളുടെ ലാപ്പിൽ ഒട്ടിക്കുന്നുണ്ട്, നിങ്ങൾ അതിനെക്കുറിച്ചുള്ള പോസ്റ്റുകൾ ഷെയർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ യു സപ്പോർട്ട് LGBTQI+
കോഴ്സ് അതിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു റിയൽ ഫാക്ടർ, അതിൻ്റെ റിയൽ ഫാക്ടറിലേക്ക് എത്തിക്കഴിയുമ്പം ലൈക്ക് അങ്ങനെ ഒരാളെ ആക്ച്വലി സപ്പോർട്ട് ചെയ്യേണ്ടി വരുമ്പം നിങ്ങൾ കംപ്ലീറ്റ്ലി ബാക്കിലോട്ട് മാറുന്നതിനാണ് പെർഫോമേറ്റീവ് എന്ന് പറയുന്നത്. ബേസിക്കലി പ്രഹസനം എന്നുള്ളതിൻ്റെ ഒരു ഇംഗ്ലീഷ് വേർഡായിട്ട് വേണമെങ്കിൽ പെർഫോമേറ്റീവായിട്ട് കാണാം, അല്ലെങ്കിൽ ഇൻഫോർമൽ വേർഡ് ഓഫ് ഹിപ്പോക്രൈറ്റ്. എടോ ബാടോ, ഇന്ന് എന്റെ ട്രീറ്റ് പോളി മാൻ, ഞാൻ എത്തിയിരിക്കും കേട്ടോ. രാത്രി സമയത്തൊന്നും നമ്മൾ ഷെയ്ഡ്സ് വയ്ക്കത്തില്ല, അത് ഞാനിന്ന് വൈകുന്നേരമാണ് വാങ്ങിച്ചത്. ഇനി ഒരു 3 ദിവസത്തേക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നില്ല, വെറുതെ വേസ്റ്റ് ആവണ്ടല്ലോ എന്ന് കരുതി ഞാനിങ്ങനെ വെച്ചെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ചിക്കൻ വിത്ത് പരമേശ്വരൻ, കൊള്ളാം അല്ലെ? കിടിലൻ പേര്. പരമേശ്വരനോ? വേണ്ട, 3ാമത് കിടക്കുന്ന സാധനം. ഇത് ചിക്കൻ വിത്ത് പാർമേസൻ ചീസാണ്. ഓ അതായിരുന്നു, എനിക്ക് ചീസ് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ വേറെ എന്തെങ്കിലും ഓർഡർ ചെയ്യാണ്. അതാ താഴോട്ട് പോകുമ്പോൾ എസ്ഫ ജെട്ടി ബോളോജി നെസി സൗസി, ഇത് കൊള്ളാം, നല്ല പേരാ. എന്ത് കാണിച്ച ഇത് സ്പാഗറ്റി വിത്ത് ബോൾഗനീസ് സോസ് ആണ്. ഇത് എങ്ങനെയാണോ പറയണേ? കൊള്ളാം, അതെനിക്ക് ഇഷ്ടപ്പെട്ടു, നമുക്ക് അത് ഓർഡർ ചെയ്യാം. ഡിസേർട്ട്സ് വല്ലതും പറയുന്നുണ്ടോ? ഡിസേർട്ട്സ് ആയിട്ട് എടാ ഞാൻ ഇവിടെ ഒരു അംബ്രേല എന്ന് പറഞ്ഞൊരു സാധനം കണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് ക്രെം ബ്രൊലെ വല്ല പൊറോട്ട ബീഫും മതിയായിരുന്നു, അതാകുമ്പോൾ പറയാനും എളുപ്പമുണ്ടായിരുന്നു, ഒരു ഗെറ്റപ്പ് ആയിരുന്നു. അയ്യോ, ഷാർപ്പ് കുക്കി എന്ന് പറയുന്നത് എന്നെ പോലെ വളരെ ഇന്റലിജന്റും സ്മാർട്ടായിട്ടും ഒരാളെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരാൾ ഉണ്ടാക്കിയ കുക്കിയാണിത്. ആരാന്നായിരിക്കും അല്ലെ? ഡോക്ടർ ടോമി. ഹീസ് ഓൾസോ എ ഡോക്ടർ ആൻഡ് ഹി ലവ്സ് ടു ബേക്ക്. ഡോക്ടർ ബേക്സ് എന്ന പേജ് പോയി ചെക്ക്ഔട്ട് ചെയ്യുക ആൻഡ് ഫൈൻഡ് ഔട്ട് ഹീസ് ഗോട്ട് ദിസ് അമേസിംഗ് കുക്കീസ്. ദിസ് ഇസ് ബേസിക്കലി ഹിസ് ലോട്ടസ് ബിസ്കോഫ് ചോക്ലേറ്റ് ചങ്കി cookies. Let me taste it. Too good.